ശ്രീത്ത്, ഈ കേരളത്തിലെ BJP പലയിടങ്ങളിൽ നിന്നും CPM-ലുള്ളവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ ഒറ്റാലിൽ കിടന്നതും പോകുന്ന മട്ടിലാണ് ഇപ്പോൾ. അങ്ങനൊരു ചൊല്ലുണ്ടല്ലോ, ചിലതിനെ പിടിച്ചോണ്ട് വരും, അതിനിടയ്ക്ക് ഒറ്റാലിൽ കിടക്കുന്നതും പോകുന്ന ഒരു ഏർപ്പാട്. അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പാലക്കാട് നഗരസഭ പിന്നെ BJP ആണ് ഭരിക്കുന്നത്. അതുപോലെ പന്തളം നഗരസഭ. ഇപ്പോൾ പന്തളം നഗരസഭയിലെ BJP ഭരണത്തിൽ വലിയ കലുഷിതമായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി എന്ന് ശ്രീയത്തിന് തോന്നുന്നത്? സാർ, എന്തായാലും കേരളം BJP ഭരിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിനുവേണ്ടി ഇവിടെ തിരുവനന്തപുരത്ത് അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടല്ലോ, അവിടെ തന്നെ മുഖ്യമന്ത്രിക്കായി ഒരു ഓഫീസ് തന്നെ ഇവർ ഇപ്പം തന്നെ പണിതു വെച്ചിട്ടുണ്ട്. കേരളം വർഷങ്ങൾക്ക് ശേഷം ഭരിക്കുമ്പോൾ ആ ഓഫീസിലായിരിക്കും കേരളത്തിൻ്റെ BJPയുടെ മുഖ്യമന്ത്രി ഇരിക്കുക. അത്തരത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് BJP മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവർക്ക് കേരളത്തിലെ ജനങ്ങൾ 2 മുനിസിപ്പാലിറ്റി ഭരിക്കാൻ നൽകിയിട്ട്, ഒന്ന് പാലക്കാടും പിന്നൊന്ന് പത്തനംതിട്ടയുമാണ്. ഇപ്പോൾ പത്തനംതിട്ടയിലെ പന്തളം മുനിസിപ്പാലിറ്റിയുമാണ്. ഇപ്പോൾ രണ്ടിൻ്റെ അവസ്ഥ ജനങ്ങൾക്കറിയാമല്ലോ. പാലക്കാടാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ വലിയ തർക്കങ്ങളായിരുന്നു. ഈ പരസ്പരം വിഭാഗീയത മൂലം പരസ്യ പ്രതികരണങ്ങൾ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കുറച്ച് പേർ കോൺഗ്രസിലേക്ക് പോകുമെന്ന് പറയുന്നു, സന്ദീപ് വാര്യറുമായി ചർച്ച നടത്തിയെന്ന് പറയുന്നു. അത്തരത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു ഇപ്പോൾ കുറച്ച് നാൾ മുൻപ് കണ്ടത്. അതിന് സമാനമായി തന്നെ ഇപ്പോൾ മറ്റൊരു നഗരസഭയായ പന്തളത്തും ഇതേ അവസ്ഥയിലേക്ക് പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അധികാരം കിട്ടിയത് മുതൽ തന്നെ നിരന്തരം ഈ കൗൺസിലർമാർ തമ്മിൽ വലിയ തർക്കങ്ങളും തമ്മിലടികളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് 3 പേരെ ഒരാൾ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ 2 പേർ CPM-ലേക്ക് ചാടുമെന്നും കൂറുമാറുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആകെ കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റികൾ ജനങ്ങൾ നൽകി, അതിനെ ഇപ്പോൾ കളഞ്ഞു കുളിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഈ തരത്തിൽ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ട് തന്നെ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ BJP പൂർണ്ണമായി തന്നെ ഈ മുനിസിപ്പാലിറ്റികൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറും. ആകെ 2 മുനിസിപ്പാലിറ്റികൾ ഭരിക്കാൻ കൊടുത്തിട്ടുണ്ട്, അവിടെയാണെങ്കിൽ ഈ സ്ഥിതി. അപ്പോൾ എന്തിന് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് വോട്ട് ചെയ്യണമെന്ന ചിന്തയും ചിലപ്പോൾ ഈ ജനങ്ങൾക്കുണ്ടായാൽ അവരെ കുറ്റം പറയാനും കഴിയില്ല. നാം പന്തളം നഗരസഭയിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ വലിയ ചരിത്രമുണ്ട്. കാരണം ശബരിമല പ്രക്ഷോഭകാലമുണ്ടല്ലോ, സുപ്രീം കോടതിയുടെ വിധിക്ക് പിന്നാലെ ശബരിമല പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രസ്ഥാനമായിരുന്നു പന്തളം. അവിടെ വലിയ മുന്നേറ്റം അന്ന് നമുക്കറിയാം. സ്ത്രീകളെല്ലാം ആദ്യമായി ഈ സമരം ആരംഭിക്കുന്നത് അവിടെ നിന്നായിരുന്നു. ഒരു NSSന്റെ നേതൃത്വത്തിൽ പന്തളത്തിൽ നിന്നായിരുന്നു ഈ സമരങ്ങളുടെ എല്ലാം തുടക്കം. അയ്യപ്പന്റെ തറവാടാ. അതെ, അങ്ങനെ അയ്യപ്പന്റെ നാട്. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പനുമായി അവിടുത്തെ ജനങ്ങൾ വളരെ അടുത്ത് ബന്ധമുള്ള, അങ്ങനെ അവിടുത്തെ ഭക്തിയുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളാണല്ലോ അവിടെ. അപ്പോൾ അതിനാൽ തന്നെയാണ് അന്ന് ആ സമയത്ത് ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങളും ആ പന്തളത്താണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അടുത്ത് പിന്നീട് വന്ന ഇത് 2019 കാലഘട്ടത്തിലാണല്ലോ ഈ പ്രക്ഷോഭം എല്ലാം ഉണ്ടായത്. പിന്നീട് ലോക്സഭയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം വന്ന 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP-യെ തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അവിടെ വലിയ ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയത്. പാലക്കാട് മുൻപ് തന്നെ അവിടെ ഭരണത്തിലുണ്ട്, 2015 മുതൽ തന്നെ ഉണ്ട്. പക്ഷേ BJP-യുടെ ലിസ്റ്റിൽ എന്തായാലും പന്തളമില്ലായിരുന്നു. ഇവിടെ ചില കോർപ്പറേഷനുണ്ട്, തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ, അല്ലാതെ മുനിസിപ്പാലിറ്റിയാണ്, അവിടെയും വർക്കലയും, അങ്ങനെ കുറച്ച് പ്രദേശങ്ങളായിരുന്നു ആ ലിസ്റ്റിലുണ്ടായിരുന്നത്. പക്ഷെ ആ ലിസ്റ്റിലുള്ള പ്രദേശങ്ങളിലൊന്നും BJP-ക്ക് ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ പന്തളത്ത് എത്താൻ കഴിഞ്ഞു. അതും ചെറിയ വിഹിതത്തിനല്ല, പല സീറ്റുകളും വിജയിക്കുമ്പോൾ വലിയ വിജയമാണ് ഉണ്ടായത്. അന്ന് അവിടെ ഈ രീതിയിലാണ് വിജയിച്ചത്. BJP 18 ജയിച്ചു, UDF 5 ഒതുങ്ങുകയും ചെയ്തു, LDF 9, ഒരു സ്വതന്ത്രൻ എന്ന രീതിയിലാണ്. BJP-ക്ക് തന്നെ ഏറ്റവും 18 സീറ്റ് ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞു. അങ്ങനെ ആരെ പേടിക്കണ്ട. അന്ന് സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു. സോമേ ശരണമയ്യപ്പ എന്ന് വിളിച്ച് ആ മുദ്രാവാക്യ, ആ ശരണമന്ത്രം ഉരുട്ടുകൊണ്ടാണ് അന്ന് എല്ലാ കൗൺസിലർമാരും പ്രതിജ്ഞ ചെയ്യുന്നു. പിന്നീട് അധികാരത്തിൽ വന്നു. അധികാരത്തിന് ശേഷമായിരുന്നു ഈ പാർട്ടിയിലെ നേതാക്കൾ തമ്മിൽ വലിയ തർക്കമുണ്ടാകുന്നു. തർക്കത്തെ തുടർന്ന് 2 പേർ CPM-മായി ബന്ധം പുലർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അതിലോട്ട് ചാടാനുള്ള ശ്രമം നടത്തുന്നു. പിന്നീട് ഒരു കൗൺസിലർ BJP-ക്കെതിരെ സംസാരിക്കുന്നു, അവരെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ എന്തായാലും അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള UDF-ന്റെയും
അതോടൊപ്പം തന്നെ LDFന്റെ ശ്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും സഖ്യം ചേർന്ന് മത്സരിച്ച് BJPയെ പുറത്താക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. കാരണം ഈ 18-ൽ 9 LDFും 5 UDFും ഒരു സ്വതന്ത്രനും, അപ്പോൾ 15ആയി. പിന്നീട് BJPയുടെ ഭാഗത്തു നിന്നും 3 പേർ കൂടി ഇതിനനുകൂലമായി വോട്ട് ചെയ്യുമെന്നൊരവസ്ഥയും കൂടെ വന്നതിന് പിന്നാലെയാണ് അവിടെ ഈ ഭരണസമിതി രാജിവെച്ചിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു ഈ രാജി സമർപ്പിച്ചത്. ചെയർപേഴ്സൺ സുശീല സന്തോഷും അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ U രമ്യയുമാണ് രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും കാരണം ഈ BJP കൗൺസിലറും 3 പേർ ഇവർക്കെതിരായി വോട്ട് ചെയ്താൽ എന്തായാലും ഈ സമിതി ഈ അധ്യക്ഷ പദത്തിൽ ഇരിക്കാൻ അവർക്ക് കഴിയില്ല. അതിനാൽ തന്നെയാണ് അവർ രാജിവെച്ച് പിന്മാറിയിരിക്കുന്നത്. എന്തായാലും BJPക്ക് ഇപ്പോൾ കഷ്ടകാലമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും രസകരമായ കാര്യം, ഈ പന്തളം നഗരസഭയുടെ ചുമതല നോക്കുന്നത് BJPയിൽ നിന്ന് നോക്കുന്നത് സി കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാറാണ് അവിടുത്തെ ഈ പന്തളം നഗരസഭയുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്ഥാനാർത്ഥി. അതെ, അദ്ദേഹത്തിന് കഷ്ടകാലമാണെന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയായിരുന്നു പാലക്കാട് നഗരസഭയിൽ വലിയ തർക്കമുണ്ടായത്. കാരണം ഈ പരാജയത്തിന് പിന്നാലെ അവിടുത്തെ BJPയുടെ പാലക്കാട് തന്നെയുള്ള മുതിർന്ന നേതാവ് ശിവരാജൻ ഈ കൃഷ്ണകുമാറിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അതിന് പിന്നാലെ നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ദേവി ഉൾപ്പെടെയുള്ളവർ വലിയ വിമർശനം ഉന്നയിച്ചു. ഈ കൃഷ്ണകുമാറിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വീഴ്ച കൊണ്ടാണ് അന്ന് പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ വലിയ തകർച്ചയിലേക്ക് BJPയെ കൊണ്ടെത്തിച്ചതെന്നും കൗൺസിലർമാർക്ക് ഇതിലൊരു പങ്കുമില്ലെന്നും അവർ പറഞ്ഞിരുന്നു. എന്തായാലും കൃഷ്ണകുമാർ തന്നെയാണ് പന്തളത്തും നോക്കുന്നത്. ഇപ്പോൾ പന്തളത്ത് പൂർണ്ണമായി തന്നെ ഈ നഷ്ടമായിട്ടുണ്ടല്ലോ, ഭരണം തന്നെ നഷ്ടമായിട്ടുണ്ട്. പക്ഷെ BJP എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്, അവർ വലിയ പ്രവർത്തനങ്ങളുമാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ കയ്യിൽ കിട്ടിയത് അങ്ങനെയാണല്ലോ, CPM എല്ലാം പല സംസ്ഥാനങ്ങളിൽ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു മണ്ഡലം കയ്യിൽ കിട്ടിയാൽ പിന്നീട് അവിടെ വലിയ രീതിയിൽ തന്നെ അവർ ശക്തിപ്പെടുത്തി വീണ്ടും പരാജയപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ BJPക്ക് കിട്ടിയ ഈ 2 മുനിസിപ്പാലിറ്റികളും അവർ ഇപ്പോൾ കളഞ്ഞു കുളിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അവർ പറയുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ അത് നിലനിർത്തുകയും തന്നെ തൃശ്ശൂരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരവും എല്ലാം പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ജനങ്ങൾ ഈ തരത്തിൽ ഇവർക്ക് ലഭിച്ചൊരു സ്ഥലം ഇവർ കളഞ്ഞു കുളിക്കുമ്പോൾ എങ്ങനെ ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് കൊടുക്കുവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. വലിയ തർക്കങ്ങളാണ് BJPയിൽ നടക്കുന്നത്. പത്തനംതിട്ടയിലായാലും തിരുവനന്തപുരത്തായാലും തൃശ്ശൂരിലായാലും എല്ലാം പ്രാദേശികമായി പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. മുകൾ തട്ടിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ പാറ്റേണിൽ പോകുകയാണെങ്കിൽ തൃശ്ശൂരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരവും നേടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പാലക്കാട് പരാജയവും വയനാട്ടിൽ വോട്ട് കുറഞ്ഞതെല്ലാം ഇവർ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. പക്ഷേ ഈ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് അണികൾക്ക് വലിയ അമർഷമുണ്ട്. ഇപ്പോൾ സന്ദീപ് വാര്യറുമായി തന്നെ ആ വിഷയം എടുക്കുമ്പോൾ തന്നെ അറിയാം, സന്ദീപ് വാര്യർ BJPയുമായി കസേര തർക്കവുമായി ബന്ധപ്പെട്ട് പിണങ്ങുന്നു. പക്ഷെ ഒരു പക്വതയുള്ള നേതാവാണെങ്കിൽ അദ്ദേഹവുമായി ചർച്ച ചെയ്ത് അദ്ദേഹത്തെ BJPയിൽ നിലനിർത്താനല്ലേ ശ്രമിക്കുമുള്ളൂ. പക്ഷെ അതിന് ശ്രമിക്കാതെ തന്നെ സന്ദീപ് വാര്യർ ചീള നേതാവെന്ന് പറയുകയാണ്. അത്തരത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും വളരെ ലാഘവത്തോടെ കാണുകയാണ്. അദ്ദേഹത്തിന് എല്ലാ നേതാക്കളോടും ഈഗോയുമുണ്ട്, താനാണ് ഏറ്റവും വലിയ ഒരു നേതാവെന്ന ചിന്തയുമുണ്ട്. അതെല്ലാമാണ് ഈ പ്രശ്നത്തിന് കാരണം. ചിലപ്പോൾ ഈ സുരേന്ദ്രൻ തന്നെ ഈ പന്തളത്തും അതോടൊപ്പം തന്നെ പാലക്കാടെല്ലാം നേരിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇടപെടുന്നില്ല. എന്തായാലും ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ച പാലക്കാട്ടിലെയും പന്തളത്തെയും കൗൺസിലർമാർ എന്തായാലും ജനങ്ങളോട് അത്തരത്തിലല്ല പെരുമാറുന്നത്. അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കുകയാണ്. പത്തനംതിട്ടയിലെ ഭരണം പോയിട്ടുണ്ട്. ഇനി എത്ര നാൾ പാലക്കാട് നഗരസഭയിലെ ഭരണം കൊണ്ടുപോകാൻ കഴിയുമെന്നും നാം ഇനി കാത്തിരിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.